സുഹൃത്തുക്കളെ, ഇതാണ് നമുക്ക് കിട്ടിയ മീനൊക്കെ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. നമുക്കിനി നാളെ കൂടിയിട്ട് സിലോപ്പി പിടിക്കാൻ ഇറങ്ങിയേക്കാണ്. നമ്മൾ ആലപ്പുഴ തന്നെയാണ്. ഇപ്രാവശ്യം ആലപ്പുഴ വിട്ട് നമ്മൾ പിടിക്കുന്നില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പുറത്ത് പോയിട്ട് വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടായില്ല, നഷ്ടം മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പം സിലോപ്പി കുറേ നാൾ കൂടിയിട്ട് കുറച്ച് സിലോപ്പി നമ്മൾ കണ്ട് ആ സിലോപ്പി പിടിക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ മീൻ പിടിക്കുന്നില്ല, ഞാൻ കാഴ്ചക്കാരനും വീഡിയോഗ്രാഫറും മാത്രമാണ്. നമ്മുടെ ഫ്രണ്ട് വൈശാഖാണ് മീൻ പിടിക്കുന്നത്. അപ്പം ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ആദ്യം ഒരു മീനെ കണ്ടിട്ടുണ്ട്, സ്പോട്ട് ചെയ്തു, നമ്മൾ അടിക്കുവാണ്. ഫസ്റ്റ് അടിക്കാൻ സ്ട്രൈക്കുണ്ട്. നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ലോങ്ങിൽ നിന്നാണ് നമ്മൾ മീൻ അടിക്കുന്നത്. നമ്മൾ അടിക്കുന്ന സ്ഥലം ആലപ്പുഴ കനാലിൽ നിന്നാണ്. നമ്മൾ കൂടുതലായിട്ട് ഫിഷ് ചെയ്യുന്നത് ആലപ്പുഴയിൽ തന്നെയാണ്. സിലോപ്പിയാണ് ഇപ്പോൾ കൂടുതലായിട്ട് കിട്ടുന്നത്, ബാക്കിയുള്ള മീനൊക്കെ കുറവാണ്. അപ്പോൾ നമുക്കതിന് ആവശ്യക്കാർ ഏറെ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതും. നമ്മൾ കിട്ടുന്ന മീൻ സെയിൽ ചെയ്യാറാണ് പതിവ്. ഇത് ചിത്രലാട സിലോപ്പിയാണ്, ഒരു 1/2 കിലോയ്ക്ക് മേളിൽ വലിപ്പമുള്ളൊരു സിലോപ്പിയാണ്. ഞാൻ 3 വർഷമായി സ്ലിംഗ് ഷോട്ട് അടി സ്റ്റാർട്ട് ചെയ്തിട്ട്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സിലോപ്പിയാണ് ഈ കാണുന്നത്. ഇത് 3 ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് 2ാമത്തെ ദിവസം കിട്ടിയാണ്. ഒറ്റയ്ക്കായിരുന്നു, ആ സമയത്താണ് മീൻ അടിക്കുന്നത്. മീനെ തളർത്തി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മീനെ പൊക്കിയെടുക്കുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സിലോപ്പിയാണിത്. 1700 ആയിരുന്നു അതിൻ്റെ തൂക്കം. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. കഴിച്ച വീഡിയോയിൽ അത്ര മീനിൻ്റെ വലിപ്പം മനസ്സിലായില്ല. ഞാനിതിനെ തൂക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും കമ്പാരിസൺ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. 12 ഇഞ്ചാണ് എൻ്റെ ചെരുപ്പ്. അത് വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇല്ലെങ്കിൽ ഞാനൊരു 1/2 കിലോ ടൈപ്പ് സിലോപ്പി എടുത്ത് അതിൻ്റെ കൂടെ വെച്ച് തരാം. ഇത് കണ്ട, ആ 3-ൽ 1 ഉള്ളൂ അത് സിലോപ്പി. ആ ചെറിയ സിലോപ്പിയായിട്ട് തോന്നുന്നത്, പക്ഷേ അത് 1/2 കിലോ ടൈപ്പ് സിലോപ്പിയാണ്. അവൻ അത്ര വലുതാണ്, അവൻ്റെ തലക്കെട്ടാണ് അടിക്കേണ്ടത്. അതുകൊണ്ട് നല്ല ഫൈറ്റായിരുന്നു. ഒരു കണക്കിന് അവനെ നമ്മൾ വലിച്ച് കരക്കയറ്റി. ഇത് കണ്ടല്ലോ, നല്ല സൈസാണ്. ഇവനെ ഞാൻ ഒന്നും കൂടെ കമ്പാരിസൺ ചെയ്ത് കാണിക്കാം. ഞാൻ ഇപ്പം തന്നെ ഒറ്റ കൈക്കൊക്കെ പൊക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം നല്ല സൈസുമാണ്, നല്ല ആരോഗ്യവാനുമാണ്. നല്ലൊരു സിലോപ്പിയായിരുന്നു എനിക്ക് കിട്ടിയതിൽ ഏറ്റവും വലുത്. ഇത് കണ്ടല്ലോ, ഇതൊരു 1/2 കിലോ ടൈപ്പാണ്. എൻ്റെ കൈ വലിപ്പമുള്ളത്. അത് വെച്ച് തന്നെ മനസ്സിലാകാം. എൻ്റെ തലയുടെ അത്രയേ ഉള്ളവൻ. അപ്പോൾ എന്തായാലും ഞാൻ തൂക്കി കാണിക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ ആ സിലോപ്പിനെ കൊണ്ടുവന്നു. നമ്മുടെ കയ്യിൽ ഡിജിറ്റൽ ത്രാസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവനെ തൂക്കാൻ പോവാണ്. നോക്കിക്കോ, 1660, 1700 അടുത്ത്. 1700 ഒറ്റ സിലോപ്പിയുടെ തൂക്കം കേട്ടോ. അപ്പോൾ വീഡിയോ കൂടുതലായിട്ട് മടുപ്പിക്കുന്നില്ല. ഇവൻ്റെ 2 ഫോട്ടോയും കൂടെ എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള വീഡിയോയിലോട്ട് പോകുന്നതാണ്. അത്യാവശ്യം നല്ല സൈസുള്ളതാണ്. അതായത് ഒരു 300 ഗ്രാം കൂടെ കഴിഞ്ഞാൽ 2 കിലോ സൈസ് വരുന്ന സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കനാലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സിലോപ്പിയാണ്. നമ്മൾ വെച്ചിരിക്കുന്ന ഗ്ലാസ് പോളാർ ഗ്ലാസ്ഡാണ്. അതിൻ്റെ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത് നമ്മുടെ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ വന്നൊരു സിലോപ്പി നമ്മളെ നോക്കി നിന്നു. അവനിപ്പോൾ അടിച്ചവൻ്റെ തല നമ്മൾ പൊളിച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് മീനെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റാത്തത്. വിചാരിച്ചാൽ നമുക്ക് ഗ്ലാസ് വെച്ചാലേ കാണാൻ പറ്റത്തുള്ളൂ. അതിനുള്ള വിഷ്വൽ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാം. എൻ്റെ പുറകെ തന്നെ വരുന്നുണ്ട്. അതും ചിത്രലാട തന്നെയാണ്, റെഡ് കളറുള്ള സിലോപ്പിയാണ്. ഇതൊരു 700 ഗ്രാം അടുത്ത് വരുന്നതാണ്. അപ്പോൾ പോലീസ് ജീപ്പ് വന്ന് നിന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഇന്ന് മീൻ മേടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ കൂട്ടുകാരൻ നിതിനാണ് അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ഷിബോണൻ അടുത്ത മീനെ കാണിക്കുന്നു. നമ്മൾ അടുത്തിനെ അടിക്കുവാണ്. അടിച്ചു, സ്ട്രൈക്കുണ്ട്. മീൻ ഡാട്ടുമായിട്ട് ഇപ്പോൾ പോകുന്ന ക്ലിയർ ആയിട്ട് തന്നെ കാണാം. നമുക്ക് അടിച്ച മീനുകളൊന്നും മിസ്സായില്ല. ഒരു 2-3 ഷോട്ട് മാത്രമേ മിസ്സായുള്ളൂ. അത് മീൻ ഊരിപ്പോവുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് ആ കല്ലിൽ ഉരഞ്ഞ് നമ്മുടെ ഒരു ഡാട്ടും ഒരു മീനും മിസ്സായിട്ടുണ്ട്. മീൻ ഫൈറ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡാട്ട് ഇത് നൂല് പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു മീൻ മിസ്സായിട്ടുണ്ട്. നമ്മൾ മനഃപൂർവ്വമായിട്ട് മീനൊന്നും കളയാറില്ല. നമ്മൾ മാക്സിമം എല്ലാം തന്നെ ഇറങ്ങിയെടുക്കാറ്. ഉടക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിയെടുക്കാറാണ് പതിവ്. ഇതും സിലോപ്പി തന്നെയാണ്. ഇതും ചിത്രലാട തന്നെയാണ്. അതിൻ്റെ ഫീമെയിൽ സിലോപ്പിയാണ്. നമുക്ക് കിട്ടുന്ന റെഡ് മെയിലും ഈ തനി ബ്ലാക്കിൽ വരുന്നത് ഫീമെയിലുമാണ്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പറയുന്നത്. അങ്ങനെ സിലോപ്പി വരുന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു വരാലോ ഒന്ന് പൊങ്ങി നമ്മൾ അടിച്ചു. അതായത് പായലിൻ്റെ അകത്തുകൂടെ അവനിങ്ങനെ വരുന്നതായിട്ട് നമ്മൾ ലൈറ്റിൽ നല്ലപോലെ കാണാം. അതായത് നല്ലപോലെ വെയിലുറിക്കുമ്പോഴാണ് ഈ പോളാർ ഗ്ലാസ്ഡ് നല്ലപോലെ നമുക്ക് ഉപകാരപ്പെടുന്നത്. അങ്ങനെ അടിച്ചു. ഒരു അത്യാവശ്യം തലക്കേടില്ലാത്തല്ല, 700 ഗ്രാം വരുന്ന ഒരു വരാലാണ്. പക്ഷേ നാടൻ വരാലല്ല, വിയറ്റ്നാം വരാലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളവനെ ക്ലിയർ ആയിട്ട് തന്നെ കാണിക്കുന്നത്. മുതുവഴിയാണ് കയറിയിട്ടുള്ളത്. നമ്മുടെ കൂട്ടുകാരൻ നിതിനാണ് കേട്ടോ നിൽക്കുന്നത്. പുള്ളിയും സ്ലിംഗ് ഷോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഇപ്പോൾ തൽക്കാലം ഒരു 3 കിറ്റ് മീൻ, അതൊരു 12 കിലോ മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട്. കാണാമെന്ന് വിചാരിക്കുന്നു. അവിടെ കിറ്റിനകത്തൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടല്ലോ. വരാൽ ഇതാണ്, ഒരു 750 ഗ്രാം കാണുന്ന സൈസ് വരാലാണ്.
ഇവന്മാരെ കൊണ്ട് തീരെ പൊറുതിമുട്ടിരിക്കുകയാണ്. നീർക്കാക്കയാണ്, എത്ര എന്തൊക്കെ ചെയ്തിട്ടും പോയില്ല. പിന്നെ ഒരു ഡാട്ടിന് താഴെ വെള്ളത്തിലോട്ട് അടി വെച്ച് കൊടുത്ത് അപ്പം പറന്നങ്ങ് പോയി. വേറൊന്നും കൊണ്ടല്ല, വെറുതെ മീനെ ഓടിക്കുകയാണ്, അവർ പിടിക്കുന്നുമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മൾ അടുത്ത മീനെ നോക്കുന്നത് വന്നു, അടിച്ചു, സ്ട്രൈക്കുണ്ട്. നമ്മൾ നല്ല ലോങ്ങിൽ നിന്നാണ് മീനെ അടിക്കുന്നത്. തൊട്ടടുത്തായിട്ട് വളരെ കുറച്ച് മാത്രമേ കിട്ടുകയുള്ളൂ. അത്യാവശ്യം ദൂരെ തന്നെയാണ് നമ്മൾ മീനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല റേഞ്ചുണ്ട്, അതായത് നല്ല ഡിസ്റ്റൻസിലാണ് നമ്മൾ അടിക്കുന്നത്. അടിക്കുന്ന മീനിലെല്ലാം നമുക്ക് സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്. കുറച്ച് മാത്രമാണ് നമുക്ക് മിസ്സായിട്ടുള്ളത്. 1-2 കയ്യിലുണ്ടാവുന്ന മാത്രം. ഇത് നല്ലൊരു 700 ഗ്രാം വലിപ്പമുള്ളൊരു സിലോപ്പിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ, നമ്മുടെ ഒരു 2 രൂപ കിറ്റിൽ മീനെല്ലാം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. കൂടുതലും കിട്ടിയിട്ടുള്ളത് സിലോപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക. വെറുതെ കൂടുതലായിട്ട് വോയിസ് പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. ഇനി പോളാർ ഗ്ലാസിൻ്റെ ഒരു ഇതാണ്, കണ്ടല്ലോ. ഇത് ഈ വെള്ളത്തിൽ മീനുണ്ട്. ഞാൻ ഗ്ലാസ് ക്യാമറയിൽ വെച്ച് കാണിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാം. അതായത് നടക്കുന്നത് കുറുവയും തൂളിയുമാണ്. ഈ ഗ്ലാസ് വെച്ചുള്ള പ്രത്യേകത അതാണ് പോളാർ ഗ്ലാസിൻ്റെ പ്രത്യേകത. ഇതുകൊണ്ടാണ് നമ്മൾ മീനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലാസും ഫോണൂടെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് മീൻ അടിച്ചെടുക്കാം. ഓക്കെ, നമ്മളതിൻ്റെ അകത്തുനിന്ന് തരക്കേടില്ലാത്തൊരു തൂളിനെ നോക്കി ഹെഡ് ഷോട്ട് തന്നെ വെച്ച് അലക്കിയിട്ടുണ്ട്. ഒരു 200 ഗ്രാം കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് തന്നെ വേറൊരു സാധനം കിട്ടി, ഒരു നീലവാഹയാണ് കിട്ടിയത്. അവൻ്റെ ഫൈറ്റ് എടുക്കുന്ന വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അടിക്കുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ചിലപ്പോൾ നടക്കില്ല. പിന്നെ വാഹയെ വരാൽ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പെട്ടെന്ന് വന്ന് ഉപരിതലത്തിൽ വന്ന് എയറെടുത്തിട്ട് താന്നു പോകുന്നൊരു മീനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷ്വൽ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ എടുക്കുന്നതാണ് തീർച്ചയായിട്ടും. ഇതൊരു 2 കിലോ ടൈപ്പ് വരുന്ന ഒരു മയിൽവാഹ അല്ലെങ്കിൽ നീലവാഹ എന്നൊക്കെ പറയുന്ന വാഹയാണ്. നമ്മൾ നൈസായിട്ടാണ് തൂക്കി പൊക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുള്ള നല്ല ഭംഗിയിൽ ഉള്ള കുറച്ച് സിലോപ്പിയുടെ വീഡിയോസാണ്. ഒരു 5-6 ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിൽ രേഖപ്പെടുത്താൻ. എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കൊണ്ട് എൻജോയ് ചെയ്യും. ഇതും ലോങ്ങിൽ നിന്നൊരു വരാലാണ്. സെൻറ്ററിൽ മാറി വെള്ളം എടുക്കുന്ന കണ്ടു, നമ്മൾ അടിച്ചു. നമ്മൾ ഇത്ര വർഷത്തെ ഇതുള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മീനുകൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. ചില ദിവസങ്ങളിൽ എന്ത് ചെയ്താലും കിട്ടാറുമില്ല, അതും കൂടെ നമ്മൾ പറയണമല്ലോ. ഇത് നമ്മുടെ 3-ാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. നമ്മൾ നേരത്തെ കണ്ട 2-ാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. ഇതെല്ലാം നമ്മൾ ലോങ്ങിൽ നിന്ന് അടിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം ഞങ്ങളുടെ ഇവിടെ എല്ലാം വെട്ടിത്തെളിച്ച് ക്ലിയർ ആക്കി ഇട്ടിരിക്കുന്നുണ്ട്. നമുക്ക് താഴത്തോട്ട് ഇറങ്ങിയാൽ മീൻ ഓടിക്കളയും, മീനെ പിന്നെ തെളിയത്തില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം ലോങ്ങിൽ നിന്ന് മറഞ്ഞോ ഏതെങ്കിലും മരത്തിൻ്റെ സൈഡിലൊക്കെ നിന്നാണ് നമ്മൾ കൂടുതലും മീൻ അടിച്ചെടുക്കുന്നത്. മീനെ എടുക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതലും ചവറും നമ്മൾ വരുന്നുണ്ട്. കനാലിൽ നിന്ന് നമുക്ക് വല്ലോ, അതായത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വല്ലോ നമുക്ക് ഒരു അംഗീകാരം തരേണ്ടതാണെന്നും കൂടെ പറയുന്നു. നമ്മൾ കിട്ടുന്ന ചവറും പ്ലാസ്റ്റിക്കെല്ലാം കരക്ക് തന്നെയാണ് ഇടാറ്, വെള്ളത്തിലോട്ട് വലിച്ചെറിയാറില്ല. കണ്ടല്ലോ, നല്ല ലോങ്ങിൽ നിന്നാണ് നമ്മൾ മീനെ അടിക്കുന്നത്. അത്യാവശ്യം ലോങ്ങിൽ നിന്ന് കിട്ടുന്നതെല്ലാം കൂടുതലും സിലോപ്പിയ ആണ് നമ്മുടെ കൂടുതലും ആലപ്പുഴ കനാലുകളിലും മിക്ക തോട്ടുകളിലും ഇപ്പോൾ സിലോപ്പിയ ഉണ്ട്. ബാക്കിയുള്ള മീൻ കുറവാണ്, പക്ഷേ ഡിമാൻഡും സിലോപ്പിയയ്ക്കുണ്ട്. കൂടുതലും നമുക്ക് നമ്മുടെ നിന്ന് വരുന്ന കസ്റ്റമർ എന്ന് പറയുന്നത് ഹോട്ടലുകാരാണ്. അവർക്ക് നമ്മൾ സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇതാണ് പരിപാടി. നമുക്കിപ്പോൾ കടലിൽ സീസൺ പണിയാകുമ്പോൾ നമ്മൾ കടലിലോട്ട് പോകും, അവിടുത്തെ വിഷ്വലൊക്കെ കഴിഞ്ഞ് വരും. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് കടലിലൊക്കെ ഓഫ് സീസണാണ്. ഈ മത്തി അതിലേക്ക് തന്നെ ഉള്ളു. പിന്നെ അത് കാണിച്ച് ബോറടിപ്പിക്കേണ്ട. ഇതിൽ ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഡിസംബർ ഒക്കെ ആകുന്ന സമയത്ത്, അതായത് ഈ മഴയൊക്കെ തുടങ്ങുമ്പോഴേക്കും നമ്മൾ സീസൺ പണിയിലോട്ട് പോകും. ഇത് നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ള 1 കിലോയ്ക്ക് മേളിൽ വരുന്നൊരു സിലോപ്പിയാണ്. ഇതിൻ്റെ തൂക്കുന്ന വീഡിയോ എടുത്തില്ല, അടിക്കുന്ന വീഡിയോ സ്ട്രൈക്കും കിട്ടിയില്ല, മീനെ എടുക്കുന്ന വീഡിയോ മാത്രമേ കിട്ടിയുള്ളൂ. ഇതിൻ്റെ കൂടെ കിട്ടിയെന്ന് ഞാൻ തൂക്കുന്നുണ്ട്. ഒരു 1/2 കിലോ ടൈപ്പാണ്. നമ്മൾ ഈ കൃത്യമായിട്ട് തൂക്കം പറയുന്നത് പറഞ്ഞാൽ നമ്മളിപ്പോൾ വർഷങ്ങളായി മീനെ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് തൂക്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അന്നത്തെ ദിവസം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള മീനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കൂട്ടിയിട്ട് കാണിച്ചാൽ ഇത് നമുക്ക് കനാലിൻ്റെ അവിടെ നിന്ന്, അതായത് ഇരുമ്പുപാലത്തിൻ്റെ അവിടെ നിന്ന് ആദ്യം അടിച്ചിട്ടുള്ള മീനാണ്. മൂന്നാമത് കിട്ടിയ മീനുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരും. വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് പ്രോബ്ലങ്ങളുണ്ട്, കുറച്ച് വോയിസൊക്കെ ഓവറാണെന്നറിയാം. ഓക്കെ, കരിമീനും കിട്ടിയിരുന്നു കേട്ടോ, ചെറിയ വലിപ്പമുള്ള കരിമീനാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.